അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ദിവസം മുന്നേ റെക്കോർഡ് ചെയ്ത് വെച്ചതാട്ടോ. ഇടാനിപ്പോഴാണ് ഒഴിഞ്ഞത്. കുട്ടികൾക്കൊക്കെ സുഖമില്ലാണ്ടായി. അപ്പം അതിന് ശേഷം ഒന്ന് റാഹത്തായപ്പോൾ ഇടാൻ ഓർത്തു. പിന്നെ പെരുന്നാളായിട്ടും സ്കൂൾ വെക്കേഷനായിട്ടൊന്നും എവിടെയും പോയിട്ടില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് എന്നും പരാതി പറച്ചിലാണ്, എവിടേക്കെങ്കിലും പോകണം, നമ്മൾ മാത്രമേ ഉള്ളൂ പോകാനെന്നും പറഞ്ഞിട്ട്. അതിനുള്ള സമയവും സന്ദർഭവും ഒന്നും ഒത്തു വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ നിർബന്ധപ്രകാരം ഒരു ഉച്ച സമയമായിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുത്ത കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നല്ല തിരക്കാട്ടോ. മൂവാറ്റുപുഴയിലൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ടിട്ട് അങ്ങനെ പോണ വഴിക്കാണ് ഇവിടെ നമ്മൾ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതുപോലത്തെ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അതുമാത്രമല്ല, ഉച്ച സമയമായതുകൊണ്ട് തന്നെ വയറ് കുട്ടികളുടെയൊക്കെ നിറച്ചു കൊണ്ടുപോയാൽ പുറകുവശത്ത് നിന്നുള്ള വിളിയൊക്കെ കുറഞ്ഞിരിക്കും. അത്യാവശ്യം വയറ് നിറയ്ക്കുമ്പോൾ തലക്കൊരു മന്ദിപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ കിടന്നുറങ്ങിക്കോളും അവർ. അതിന് വേണ്ടിയിട്ടും കൂടി മാത്രമല്ല, വയറ് വിശന്നിരിക്കുമ്പോൾ ഒരു റാഹത്തില്ല യാത്രയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം അറിയപ്പെടുന്ന ഹോട്ടലാണ്. അതിൻ്റേതായ മെച്ചമുണ്ട് കേട്ടോ. അവിടെ നന്നായിട്ട് നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പോൾ നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടോ. അത് കുറച്ച് നേരം ഇരിക്കണം ഫുഡ് ഓർഡർ ചെയ്തിട്ടേ. ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരെ എറണാകുളത്തേക്കാണ് പോണത്. ഷോർട്ട് കട്ട് വഴി കേട്ടോ നമ്മൾ പോണത്. മറ്റേ ട്രാഫിക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പോകണമെന്നുണ്ടെങ്കിലും നമ്മളെ പോകണ്ട എന്ന് പറഞ്ഞ് നിർത്തുന്ന സംഭവം ട്രാഫിക്കാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കായിരിക്കും. എറണാകുളം എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ. അപ്പോൾ നമ്മൾ ഇടവഴി കയറി ഒക്കെയാണ് എറണാകുളത്ത് എത്തിയിരിക്കുന്നത്. ഏതാണ്ടൊക്കെ അടുക്കാറായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറേ വർഷമായിട്ട് ഇവിടേക്കൊക്കെ പോയിട്ട്. പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പോൾ പോയതാണ് ഒരു പ്രാവശ്യം ലുലു മാളിൽ. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊന്നും അവർക്കൊന്നും ഓർമ്മയില്ല പോയതായിട്ടൊന്നും. പണ്ടെപ്പോഴോ പോയിട്ടുണ്ട് ഇവരൊക്കെ ചെറുതായിരുന്നപ്പോൾ. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതിനുശേഷം വന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കാണാത്തതും കേൾക്കാത്തതൊക്കെ ആയിട്ട്. കാര്യം കൊച്ചിയിലാണ് ജനിച്ചു വളർന്നെങ്കിലും നമ്മളൊന്നും ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെയും നമ്മുടെ ഇടവഴിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടോ. കറങ്ങിത്തിരിഞ്ഞൊക്കെ എങ്ങനെയോ ലുലു മാളിൽ വന്ന് പെട്ടു. അങ്ങനെ നമ്മൾ ലുലു മാളിൽ വന്ന് കഴിയുമ്പോഴുള്ളൊരു എനിക്ക് തോന്നിയൊരു പ്രശ്നം കാർ പാർക്കിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം വന്നവർക്ക് അത് പ്രശ്നമല്ലായിരിക്കും. നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒരു ബഹർ പോലത്തെ സ്ഥലത്ത് കൊണ്ട് കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് പോയി. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കൂലല്ലോ. അതുകൊണ്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഏത് നമ്പറാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ. അങ്ങനെ നമ്മളവിടെ എത്തിച്ചേർന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒന്ന് പാർക്ക് ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു. അങ്ങനെ ആടിയും പാടിയൊക്കെ എന്താ പിള്ളേർ ആദ്യമായിട്ട് കാണുന്ന ഈ ചെറിയ കൊച്ചൊക്കെ ഇപ്പോഴാട്ടോ കാണുന്നത്. ഫസ്റ്റ് എല്ലാ പെണ്ണുങ്ങളും പോലെ തന്നെ ഞാൻ കയറി ചെന്നത് ഈ സാധനങ്ങളൊക്കെ നോക്കാനും എടുക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണുന്നത് തന്നെ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അവിടെ ചെന്നു. ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കതൊന്നും വേണ്ട. നമ്മൾ സാധാരണ നാട്ടിലുള്ള കടയിൽ നിന്നൊക്കെ തന്നെ മതി. പിന്നെ ഇവിടെ ഇതിൻ്റെ റേറ്റ് മറന്നുപോയി. എന്നാലും നമുക്ക് താങ്ങാൻ പറ്റാവുന്ന റേറ്റാണെന്ന് തോന്നുന്നു. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ജാറിൽ ഓരോ നല്ല അലങ്കാര മത്സ്യം ഇട്ട് വെച്ചേക്കണത് കേട്ടോ. പക്ഷെ അത് വീട്ടിലെത്തുമ്പോഴേക്കും ചത്തുവും. അത് കണ്ടിട്ടാണ് വാങ്ങിച്ചില്ല. പിന്നെ പോണയ്ക്കൊക്കെ പറഞ്ഞവരെ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും ഒക്കെ കാണാനൊക്കെയാണല്ലോ ഇവിടെ വന്നേക്കണത്. അതിനാട്ടോ അതിൻ്റെ ഇടയിൽ മുകളിലോട്ട് പോകും താഴോട്ട് പോയിട്ട് കളിക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതാട്ടോ, കളിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ അവിടെ നമ്മൾ കാർഡെടുത്തിട്ട് ഇഷ്ടമുള്ള അതിലൊക്കെ കയറണം. എല്ലാത്തിലും കയറിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എല്ലാത്തിലും കയറി വരുമ്പോഴേക്കും സമയവും പോവും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ രാവാണോ പകലാണോ എന്നൊന്നും അറിയാനൊന്നും പറ്റണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
നമ്മളെ കുട്ടികൾ അവിടെ കളിക്കേണ്ട, നമുക്ക് മുതിർന്നവർക്ക് പ്രത്യേകിച്ച് ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല എന്നാണ് ഇവിടെ. എനിക്ക് വലിയ ഇഷ്ടമായില്ല, കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവർ ഓരോ റൈഡിലും ഒക്കെ കയറുന്നുണ്ട്. ഇവർക്ക് മൊബൈൽ കളിച്ചിട്ടാണോ എന്താണോ തോക്കിട്ടിട്ട് വലിയ ഇഷ്ടമായി. അവരൊക്കെ ചുമ്മാ നിൽക്കുക കേട്ടോ. ഒരാൾ മാത്രമാണ് ഇത് കളിക്കണുള്ളൂ, മൂത്ത വച്ച്. ബാക്കി രണ്ടുപേരും ചുമ്മാ ആക്ഷൻ കാണിച്ചുകൊണ്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള അടുത്ത റൈഡിലൊക്കെ ചുമ്മാ ഓടിപ്പാഞ്ഞ് കയറേണ്ടത്. ഇവർക്ക് അറിയില്ല അത് കാർഡ് സ്വൈപ്പ് ചെയ്താലാണ് കയറാൻ പറ്റുള്ളൂ എന്നൊന്നും അറിയില്ല. ചുമ്മാ അത് കയറണം ഇത് കയറണം എന്നൊക്കെ പറഞ്ഞില്ല, അതിൽ ഓടി നടന്ന് കയറുണ്ടായി. പക്ഷേ ഓണം ഉണ്ടായില്ലല്ലോ. കാറിൽ കയറി. പിന്നെ 15 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള റൈഡായിരുന്നു കുതിര സവാരി, അതിലൊക്കെ കയറി. പിന്നെ ഇതൊക്കെ ചുമ്മാ പറ്റിപ്പാന്നാണ് തോന്നണേ, ഒന്നും കിട്ടുമൊന്നുമില്ല. അത് ഓണാക്കിയൊക്കെ വരുമ്പോഴേക്കും സംഭവമൊന്നും ഉണ്ടാവില്ല. എന്നാലും പിള്ളേരുടെ ഒരു പ്രാവശ്യമൊക്കെ അല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ സത്യത്തിൽ ഇത് അയിൻ റൈഡിൽ കയറുക കേട്ടോ. അയിനിൻ്റെ ഓർമ്മ, അത് ഒറിജിനൽ കുതിരയാണ്. അതിനെവിടെയോ പോവാന്നുള്ളൊരു പ്രതീതിയൊക്കെ അവരുണ്ടാക്കിയെടുക്കേണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ 15 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനവിടെ കുറച്ച് നേരം ഒന്ന് തലകുത്തി മറിയുന്നുണ്ടായി. അപ്പോൾ തന്നെ അതേസമയം ഇപ്പുറത്തെ സൈഡിൽ കാറ് സവാരി ഉണ്ടായി. ഇവർ ഓൾറെഡി ഫോണിൽ ഗെയിം കളിക്കണുണ്ടെന്നാണ്. ഭയങ്കര ആവേശമായിരുന്നു കാറിലൊക്കെ കയറാനും ഒക്കെ. അവന് ഞാൻ നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പറയുമായിരുന്നു, അവന് കാറും പറിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോരുമോ എന്ന് പറഞ്ഞ് ഒരു കാറുമ്മ കിടന്ന് മൽപ്പിടുത്തായിരുന്നു. അങ്ങനെ കുറേയിലൊക്കെ കയറി. പിള്ളേർ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. അവർക്ക് വലിയ ഇഷ്ടമായി. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഓർക്കില്ല. മുതിർന്ന കുട്ടികൾക്കുണ്ട് കേട്ടോ ഓർമ്മ, ചെറിയ പിള്ളേർക്ക് തീരെ ഓർമ്മയില്ല. ഇങ്ങനെ കുറേ കാറൊക്കെ ഇടിച്ച് പരിപ്പെടുത്ത് ഒക്കെ കാർ ഓടിച്ച് ആശ തീർത്ത് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ ഈ നിൽക്കുന്നത് ഒരു യൂട്യൂബറാട്ടോ. ഇക്കാക്ക് വലിയ ഇഷ്ടമാണ്. പുള്ളിക്കാരനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കണ്ടായി പരിചയപ്പെട്ടിട്ടൊക്കെ. നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ജാടയൊന്നുമില്ല. നമ്മൾ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. സത്യത്തിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സമാധാനമാണ് തോന്നിയത്. എന്തോ ഒരു ഒച്ചയും ബഹളവും ഒക്കെ. കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ല എന്നൊന്നും, നമുക്കൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. ഈ സ്ഥലമൊക്കെ വല്ലപ്പോഴും ഒന്ന് വന്ന് കാണാമെന്നല്ലാതെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്തിരിക്കണ സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ നമ്മൾ എവിടെ പോയാലും കണ്ണടക്കണ സ്ഥലത്തൊക്കെ ഇടയ്ക്കൊന്നും ഉടക്കി നിന്നു, പിന്നെ വിട്ടു പോന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, ആ യന്തിരൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട്. നമ്മളൊക്കെ ഇത് ഇടില്ലെങ്കിലും ചുമന്ന് കണ്ടു, കാണുന്നവർക്ക് കാണുകയും ചെയ്യാമല്ലോ. നല്ല പ്രീമിയം സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് നോക്കി നിൽക്കുമ്പോൾ അതിലേ കൂടി ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. കുട്ടികളെ കയറ്റിയിട്ടാണോ ഞാൻ അവിടുത്തെ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രകാരം പുറത്തിറങ്ങി. പിന്നെ അടുത്ത പരിശ്രമം നമ്മളെ നമ്പർ ഫോണിൽ നോക്കിയിട്ട് കാർ എവിടെയെന്ന് കണ്ടുപിടിക്കില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ ആളോടൊക്കെ ഒന്ന് ചോദിച്ച് പെട്ടെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. അൽഹംദുലില്ലാ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനിയത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.